പ്രാർത്ഥനയോടെ അല്പസമയം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പ്രൊവേഴ്സ് ചാപ്റ്റർ 16 വേഴ്സസ് 1 to 4. പ്രൈസ് ദി ലോർഡ്. 16-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് വായിക്കുവാൻ ഇടവന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുവചനത്തിനകത്ത് ആമേൻ വ്യക്തമായി കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു വലിയ സത്യമാണ്, ദൈവം സോവറിംഗ് റൂളറാണ്. പ്രൈസ് ദി ലോർഡ്. പരമ അധികാരം ആർക്കാണ് ആമേൻ ഉള്ളത്? സർവശക്തനായ ദൈവത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ളവരാണ് നമ്മളെല്ലാവരും എന്ന് ആമേ പ്രാരംഭമായിട്ട് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്. നാളെയിൽ അത് അങ്ങനെ സംഭവിക്കണം എന്ന് നമ്മൾ നിരൂപിച്ച് ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ മുമ്പോട്ട് പോകാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, മനുഷ്യന് എന്തൊക്കെ അവൻ്റെ ഹൃദയത്തിനകത്ത് നിരൂപിച്ചാലും പ്രൈസ് ദി ലോർഡ് വായുടെ ഉത്തരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണം കടന്നു വരുന്നത് ദൈവത്താൽ മാത്രമാണ് എന്ന് തിരുവചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ആമേൻ. ഇപ്പോൾ വയനാട്ടിലുള്ള ആ ജനത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവരവരുടെ ഭാവിയെക്കുറിച്ചും നാളുകളെക്കുറിച്ചും അവരുടെ മക്കളുടെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എത്ര കാര്യങ്ങൾ മനസ്സിനകത്ത് ചിന്തിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രൈസ് ദി ലോർഡ് അവരുടെ ചിന്തകൾ അല്ലായിരുന്നു ദൈവത്തിന്റെ ചിന്തകൾ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ആ ദൈവം, പരമ അധികാരമുള്ള സോവറിംഗ് റൂളറായ ദൈവം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചു, അത് ദൈവം നടപ്പിലാക്കി. എന്നാൽ നമുക്ക് ആ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ ഒരിക്കലും അനുവാദമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്തുവെങ്കിൽ ദൈവത്തിന് അവിടെ ഒരു ഉദ്ദേശമുണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിലേക്ക് നമ്മൾ ഒന്ന് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പല ചിന്തകളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ചില ചിന്തകളൊക്കെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് നമ്മൾ പലതും ചിന്തിക്കുമ്പോഴും പലതും പദ്ധതി ഇടുമ്പോഴും നമ്മളോട് ദൈവത്തിന്റെ വചനം ചോദിക്കുകയാ, കഴിഞ്ഞ നാളുകളിലും കഴിഞ്ഞ വർഷങ്ങളിലും നമ്മൾ ചിന്തിച്ച എത്ര കാര്യങ്ങൾ നടപ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോലും ചിന്തിക്കാത്ത, നമ്മുടെ മനസ്സിൽ പോലും ഉരുത്തിരിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ നിർണയപ്രകാരം കടന്നു വരുവാൻ ഇടവന്നു. നമ്മൾ ഇടത്തോട്ട് തിരിയുവാൻ ആഗ്രഹിച്ചു, നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളെ വലത്തോട്ട് തിരിച്ചു. ഹല്ലേലൂയ. നമ്മൾ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിച്ചു, നമ്മൾ പോലും ചിന്തിക്കാതെ ചില മേഖലകളിൽ വഴികൾ അടച്ചുകൊണ്ട് നമ്മളോട് അവിടെ നിൽക്കുവാൻ ദൈവം പറഞ്ഞു. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനകത്ത് സ്വാതന്ത്ര്യത്തോടെ അവന് പല ചിന്തകളും ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഒക്കെ ദൈവം അനുവാദം കൊടുത്തു
കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ പ്രൈസ് ദൈവത്തിന്റെ കരത്തിലേക്ക് സകലതും പൂർണ്ണമായി സമർപ്പിക്കുമ്പോ ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ വഴികൾ നമ്മുടെ ജീവിതത്തിനകത്ത് തുറന്നു വരുവാൻ ഇടവരുമെന്ന് വചന ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ ജനനത്തെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം ആ ജനനത്തിന് ശേഷം പ്രൈസ് ദി ലോർഡ് ഇവിടെ വിദ്വാൻമാര് അന്വേഷിച്ചു വരുന്നത് എവിടെയാ? കൊട്ടാരത്തിനകത്ത. എന്നാൽ കർത്താവിന്റെ ജനനം വഴിയിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെ കാലിത്തൊഴുത്തിയിൽ കിടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിനകത്ത് യോസഫിനോട് ദൈവം എന്താണോ അരുളി ചെയ്യുന്നത് അതുപോലെ തന്നെ ആ കുഞ്ഞിനെയുമായിട്ട് ആ കുടുംബം യാത്ര ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലേക്ക് പോകുവാൻ ദൈവം പറയുമ്പോ അന്ന് തന്നെ മിസ്രൈമിലേക്ക് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു അതൊരു പ്രവചന നിവർത്തീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം വീണ്ടും മടങ്ങി യെരൂശലേമിലേക്ക് വരാൻ പറയുമ്പോൾ യഹൂദയിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. യഹൂദയിൽ വരുമ്പോ ഹെരോദാവിന്റെ മകൻ അവിടെ വീണ്ടും രാജകീയ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഗലീല പ്രദേശത്തേക്ക് മാറിപ്പോകുകയാ. അവൻ നസറായൻ എന്നറിയപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ പ്രവചന നിവർത്തീകരണം അവിടെ സംഭവിക്കുകയാ. ശ്രദ്ധിച്ചേ ദൈവമക്കളെ. ആ കുടുംബം ഒരിക്കൽ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ ആ കുടുംബത്തെ ദൈവം കൊണ്ടുപോകുമ്പോൾ ഓരോ പോയിന്റുകളിലും ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെക്കുകയാ. ഇതൊരു പ്രവചന നിവർത്തീകരണമാണ്. ഇത് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത് അവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളോട് വചനത്തിന് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലേക്ക് ഒരു ദൈവ പൈതൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവരുന്നുവെങ്കിൽ നമ്മളെ ദൈവത്തിന്റെ ഇഷ്ടമുള്ള വഴികളിലൂടെ, ദൈവത്തിന്റെ മുൻനിർണയമുള്ള തീരുമാനങ്ങളിലൂടെ കൊണ്ടുപോയി ഇന്ന് പകൽക്കാലം ദേശത്തിന്റെ നടുവിൽ അനുഗ്രഹിക്കുക. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നു. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. യോസഫ് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മറിയ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്റെ കയ്യിൽ ഇങ്ങനെ മിസ്രൈം വഴി പോകണമെന്നോ തിരിച്ച് മടങ്ങി യെരൂശലേമിൽ വരണമെന്നോ ഒക്കെ ഒരു പ്ലാനും പദ്ധതിയും കയ്യിൽ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ തന്നെ കുറിച്ച് മുൻകൂട്ടി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, ആ കുടുംബത്തെ കുറിച്ച് മുൻകൂട്ടി പദ്ധതി പ്രകാരം ദൈവം അവരെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയ വഴികളിലൊക്കെ വചനത്തിന്റെ നിവർത്തീകരണം ആ കുടുംബത്തിനകത്ത് ദൈവം ചെയ്തെടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ നാളെയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റല്ല. നാളെയെ കുറിച്ച് ചില കാര്യങ്ങൾ നിരൂപിക്കുന്നത് തെറ്റല്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ചിന്തകൾക്കും നിരൂപണങ്ങൾക്കും അപ്പുറത്ത് ദൈവം ഒരു പ്ലാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ദൈവം ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലായിരിക്കുന്ന ദൈവമക്കള് ആ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് അത് വിശ്വസിക്കും? നാളെയെ കുറിച്ച് നമ്മൾ പലതും ഭാരപ്പെടുമ്പോ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആകുലതകളൊക്കെ പലരോട് ഷെയർ ചെയ്യുമ്പോ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുക, നമുക്കൊരു അധികാരിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മുകളിൽ അധികാരം നടത്തുന്ന, കർത്തൃത്വം നടത്തുന്ന, നമ്മളെ കുറിച്ച് സകലതും വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവന്റെ കയ്യിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവമക്കളെ നമുക്കിടവരുന്നുവോ? നിന്റെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത്, തലമുറയ്ക്കകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വിടുതലുകളെ,
വെളിപ്പെടുത്തി എടുക്കുക. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് ഇന്ന് പകൽക്കാലം മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ മേൽ അധികാരം എനിക്കല്ല. പ്രൈസ്. നിങ്ങൾക്ക് ദൈവം തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ, കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു അധികാരിയുണ്ട്. സ്തോത്രം. അവൻ ഒരു കാര്യം വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്, പദ്ധതി ഇട്ടിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ചിന്ത, നമ്മുടെ തീരുമാനങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ തീരുമാനം. അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഭൗതിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വട്ടം പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകും? നാളെയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. അതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ അധികാരി ആരാ? ഞാൻ ആരുടെ വകയാ? ആമേൻ. എത്ര പേർക്ക് ദൂത് മനസ്സിലാക്കുന്നു? നമ്മൾ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്നത് ഏത് വിഷയത്തിന് വേണ്ടിയാ? നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയാ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ ചിന്ത കൊണ്ട് കൂടുന്നതാണോ അത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആലോചന കൊണ്ട് നടക്കുന്നതാണോ അത്? പ്രൈസ് ദി ലോർഡ്. അല്ല. ആമേ. സകലതും ആലോചിച്ച് പദ്ധതി ഇട്ടിരിക്കുന്ന ഒരു ദൈവം നീ പോകുന്ന വഴികളിലൊക്കെ നിനക്ക് ആവശ്യമുള്ളത് കരുതി വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയുന്നു? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കുറവുകളെ പരിഹരിക്കാനായിരിക്കട്ടെ. ദൈവത്തോട് ഓരോ ദിവസവും അടുക്കുവാൻ വേണ്ടിയാകട്ടെ. ആമേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ആമേ, ദൈവഹിതം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വഴികളിൽ ദൈവമക്കളെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കരുതി വെച്ചിട്ടുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക. നാളെയെക്കുറിച്ച് ഭാരപ്പെടണ്ട, നാളെയെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇന്ന് പകൽക്കാല സകലതും ചിന്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആമേൻ. ഇന്ന് നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തു തീർക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ വാക്യം ശ്രദ്ധിച്ചോ? നാളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ ഇന്ന് നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യുന്നില്ല. സ്തോത്രം. ഇന്ന് ദൈവം ഏൽപ്പിച്ചത് എന്താണോ അത് നമ്മൾ ചെയ്താൽ നാളത്തെ കാര്യം ദൈവം നോക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളെ ഏൽപ്പിച്ചത് ആമേ വിശ്വസ്തയോടെ നിർവഹിച്ച നാളത്തെ കാര്യം ദൈവം നോക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, എന്നാൽ നാവിൻ്റെ ഉത്തരം ആരുടെ വഴിയിൽ നിന്ന് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും ആമേൻ ഒരു എൻഡ് റിസൾട്ട് അത് ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതാ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എനിക്ക് പിടിവാശി വേണ്ട, എനിക്ക് മല്ലുപിടുത്തം വേണ്ട. ദൈവം എനിക്ക് തന്നത് മതി. പ്രൈസ് ദി ലോർഡ്. ദൈവം തരാത്തത് എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര പേർക്ക് ഇത് വിശ്വാസത്തോടെ പറയാൻ പറ്റൂ? ദൈവം തന്നതിൽ ആമേൻ സന്തോഷം. ഹല്ലേലൂയ. ദൈവം തന്നതിൽ ദൈവത്തിന്റെ മഹത്വം. ദൈവം തരാത്തത് എനിക്ക് വേണ്ട, അതിനുവേണ്ടി ഒരു മല്ലുപിടുത്തമില്ല. എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, നമ്മൾ സംഖ്യാ പുസ്തകത്തിലേക്ക് ആമേൻ കടന്നു വരുമ്പോൾ ആമേൻ 22-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. സംഖ്യാ പുസ്തകം 22-ന്റെ 12-ാമത്തെ വേദഭാഗം. ദൈവം ബിലയാമിനോട്, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയുമരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. 23-ാം അധ്യായം 8-ാം വാക്യം. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? പ്രൈസ് ദി ലോർഡ്. അതിന് 20-ാമത്തെ വാക്യം. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേ ബിലിയാമ് കൂലി ആമേ കൊതിച്ചിട്ട് ബാലാക്കിന്റെ ആമേ വാക്കുകൾ കേട്ട് ആമേ ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ശപിക്കാൻ വേണ്ടി പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം
അവനോട് മുൻകൂട്ടി പറഞ്ഞായിരുന്നു, ആമേൻ, ഞാൻ അനുഗ്രഹിച്ച ജനത്തെ നീ എന്ത് ചെയ്യരുത്, ശപിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ബിലിയാമിന് തിരിച്ചറിവുകൾ ഉണ്ടായിട്ട് ബിലിയാം പറയുന്ന വാക്കുകളാണ് നമ്മൾ അവിടെ വ്യക്തമായിട്ട് വായിക്കുവാൻ ഇടവന്നത്. ദൈവം ഒരുവനെ അനുഗ്രഹിച്ചിരിക്കെ ഞാൻ എങ്ങനെ അവനെ ശപിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേൻ, നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്നുണ്ട്. ആമേൻ, നമ്മളെ കുറിച്ച് ഒത്തിരി പേരും വിചാരപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എന്നെ കുറിച്ച് വിചാരപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ച് മറ്റു പലരും പല കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ട്. ബിലിയാം വിചാരിച്ചത് എന്താണ്? ആമേ, ബാലാക്കിന്റെ വാക്ക് കേട്ട് കൂലി കൊതിച്ച് കടന്നു എന്ന് ഇസ്രായേലിന്റെ ജനത്തെ ശപിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശപിച്ചു കഴിഞ്ഞാൽ അവരെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സർവശക്തനായ ദൈവം ഒരു കാര്യം മുന്നമേ നിർണയിച്ചു വച്ചിരിക്കുകയാ. ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ആർക്കും ശപിക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ മുകളിൽ ദൈവം നൽകിയിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? നമ്മൾ പലതിനെ കുറിച്ച് ഭാരപ്പെടുമ്പോ, ഭയപ്പെടുമ്പോ, അവരെന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നു, അവർ എനിക്കെതിരെ അങ്ങനെ പ്രവർത്തിക്കുന്നു, അവരെനിക്കെതിരെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേ, ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ ഒരുക്കിയാലും, എന്തൊക്കെ പദ്ധതിയിട്ടാലും, ഒരു ദൈവത്തിന്റെ പൈതല് ഇന്നു പകൽക്കാലം വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേ, പ്രൈസ് ദി ലോർഡ്. അവരുടെ പദ്ധതികളല്ല, അവരുടെ ചിന്തകളല്ല, മറിച്ച് എന്റെ മുകളിൽ അധികാരം നടത്തുന്ന ഒരു ദൈവം എന്നെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ച ഈ ലോകത്തിന്റെ ഒരു ശാപത്തിനോ അവൻ ഒരു വാക്കുകൾക്കും ആ അനുഗ്രഹത്തെ തടുക്കുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദൈവം ഒരു കാര്യം നിർണയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എന്തായി തീരണോ ദൈവം നിർണയിച്ചിട്ടുണ്ട്. ഞാൻ ആ പരമ അധികാരത്തിൽ ഒന്ന് കീഴ്പ്പെട്ട് കൊടുത്താൽ സംഭവിക്കുന്ന ഒരു കാര്യം, പിന്നെ ഞാൻ ലോകത്തെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരെനിക്കെതിരെ അങ്ങനെ ചെയ്യുവോ? ആമേ, പ്രൈസ് ദി ലോർഡ്. നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാ വിശ്വാസികളും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേ, ദേവദാസിനെ പ്രാർത്ഥിക്കണം, അവരെനിക്കെതിരെ ജാദുടോണ ചെയ്തു, അല്ലെങ്കിൽ ഈ കൂടോത്രം ചെയ്ത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു, പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരോട് പറയും, നിങ്ങൾ ആരാ? ഹല്ലേലൂയ. ആമേൻ. ആഭിചാരം ഇസ്രായേലിന് ഏൽക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുമ്പോ, ആമേൻ, ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, പരമാധികാരത്തിന്റെ കീഴിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ആ അധികാരത്തിൽ ചലിക്കാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ, ആമേൻ, നമുക്കൊരു വിശ്വാസം അകത്തളങ്ങളിൽ ഉണ്ടാകണം. ഒരു ലോകത്തിന്റെ ശക്തികൾക്കോ ഒരു ദൈവത്തിന്റെ പൈതലിനെതിരെ ഇന്ന് പകൽക്കാലം നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം നമ്മുടെ മുകളിൽ ഉണ്ടെങ്കിൽ നിന്റെ അനുഗ്രഹത്തെ മറിച്ചു കളയുക ഒരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ഹാമാൻ ഇങ്ങനെ കഴുകുമരൊക്കെ ഉണ്ടാക്കിയിട്ട് ആമേൻ നീതിമാനായ മൊർദെഖായി അതിനകത്ത് തൂക്കിക്കളയുവാൻ വേണ്ടി ഇങ്ങനെ പദ്ധതിയിട്ട് ആമേ ചിന്തിച്ചുകൊണ്ടൊക്കെ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേ, ഹാമാൻ അറിയത്തില്ല നീതിമാനായ മൊർദെഖായിയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്. ഹല്ലേലൂയ. ആ ജനത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേ, കഴുകുമരങ്ങൾ ഒരുക്കിയിട്ട് അതിനകത്ത് നീതിമാനായ ആമേ മൊർദെഖായി അവസാനിപ്പിക്കുക പദ്ധതിയിട്ട് ഹാമാനെ ആമേൻ അതേ കഴുകുമരത്തിനകത്ത് തന്നെ എന്റെ ദൈവം അവസാനിപ്പിക്കുകയാ. ആമേൻ. ദൈവത്തിന്റെ ആലോചന ഇങ്ങനെ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ കുറിച്ച് എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നീതിമാനായി ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ, ദൈവവൈതലേ, നീ കടന്നു പോകുന്ന വഴികളിൽ നിനക്ക് വേണ്ടിയുള്ള വിടുതലുകൾ എന്റെ ദൈവം ഒരുക്കി തരുവാൻ ഇടവരുമെന്ന് വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ആശയം മനസ്സിലാക്കണം. എനിക്ക് എന്നെ കുറിച്ചൊരു ചിന്തയുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്നെ കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അതൊന്നും നടന്നില്ലെങ്കിലും ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, എന്നെ കുറിച്ച് എന്റെ ദൈവത്തിനുള്ള ചിന്ത, ദൈവത്തിനുള്ള പദ്ധതി അതിനകത്താ ഞാൻ ഇന്ന് പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. എന്തോ ചില കാര്യങ്ങൾ സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് ഞാൻ നിരാശപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കത്തില്ല. എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ദൈവഹിതത്തിന് അകത്താണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് അകത്താണ്, ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ആമേൻ, അവരെ ഇവരെ ഒന്ന് ഭയപ്പെട്ട് ആമേൻ നമ്മുടെ ജീവിതം കളയുകയല്ല വേണ്ടത്. ഇന്ന് പകൽക്കാലം
ദൈവം തന്നത് വിശ്വസ്തയോടെ ചെയ്യ്. ആമേൻ. നിന്നെ നടത്തുക എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ ആലോചന നമ്മുടെ ഹൃദയത്തോട് വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും അതും ഇതുമൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ട പ്രാർത്ഥനയോ ആരാധനയോ ഒന്നും കൊടുക്കാതെ ആമേൻ കൂട്ടായ്മയ്ക്ക് വന്നിട്ട് നമ്മൾ വെറുതെ മടങ്ങി പോകുകയാ. ആമേൻ. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ആമേൻ, നമ്മൾ ഇവിടെ വന്നത് ആമേൻ ആത്യന്തികമായി ദൈവത്തെ ആരാധിക്കാനാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ വന്നത് കർത്താവിന്റെ മഹത്വം കൊടുക്കുവാനാ. അതല്ലാതെ ഒരു ബിസിനസ് ഇതിനകത്ത് നമുക്കില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വന്നതാണെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചറി, സകലത്തിന്റെ മുകളിൽ അധികാരി എന്റെ ദൈവമാണ്. സകലത്തെ നിയന്ത്രിക്കുന്ന എന്റെ ദൈവമാണ്. എന്റെ ദൈവമാണ് എന്നെ നടത്തുന്നത്. എന്റെ ദൈവമാണ് എന്നെ അനുഗ്രഹിക്കുന്നത്. എന്റെ ദൈവമാണ് എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന് തന്റെ വഴിയൊക്കെയും വെടിപ്പായിട്ട് തോന്നുന്നു. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് തൻ്റെ വഴിയൊക്കെ വെടിപ്പായി തോന്നുന്നു. എന്താ? പ്രൈസ് ദി ലോർഡ്. പുറമേ നോക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നു. അപ്പം നല്ലതാ. ആമേൻ. എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആമേൻ, ദൈവം എന്ത് ചെയ്യുക? ആത്മാക്കളെ തൂക്കി നോക്കുകയാ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ആമേൻ ഒന്ന് കടന്നു വന്നേ. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവന്നാട്ട് അതിൻ്റെ 2-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1-ാമത്തെ വാക്യം, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവ് 7 നക്ഷത്രം ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പേരെന്താ? ജീവനുള്ളവൻ എന്ന. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രവൃത്തിയെ കണ്ടിട്ട് കർത്താവ് പറയുക, നീ എന്താ? മരിച്ചവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകൾ എന്ത് ചെയ്യണം? ശക്തീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, ആമേൻ, ദൈവം പ്രവൃത്തിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയുടെ ഉത്ഭവമായ ഹൃദയത്തെ ദൈവം കാണുന്നു. ആമേൻ. ആ പ്രവൃത്തിക്ക് പിന്നിലെ ആമേൻ ചിന്താഗതിയെ ദൈവം കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾക്ക് പ്രവൃത്തിയെ കാണാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിപ്പോൾ ആമേൻ ഒരു വടി എടുത്ത് ആമേൻ ഇവിടെ ഒരു ഈച്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാണി ഉണ്ടെങ്കിൽ അതിനെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ ഞാൻ വടിയെടുത്ത് അടിക്കുന്നത് മാത്രമാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏത് ഉദ്ദേശത്തോടെയാണ് ഞാൻ അടിച്ചത് എന്ന് ഹല്ലേലൂയ ആമേൻ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് ആമേൻ ഏത് ചിന്തയോടെയാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ദൈവമക്കളെ നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ഹല്ലേലൂയ, അതിനെ ദൈവം വിലയിരുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെ ദൈവം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ ദൈവത്തിന് പറയാനുള്ളത് പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രവർത്തിക്കാഞ്ഞിട്ടാണോ, കൈകൊട്ടാഞ്ഞിട്ടാണോ, കൂട്ടായ്മയ്ക്ക് വരാഞ്ഞിട്ടാണോ, കർത്താവിന്റെ മേശയിൽ നിന്ന് ഭാഗവക്കായി തീരാഞ്ഞിട്ടാണോ, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹൃദയത്തെ നോക്കിയപ്പോ, ഹൃദയത്തിന്റെ ചിന്ത ദൈവം വിലയിരുത്തിയപ്പോ പ്രവർത്തിക്കകത്തൊരു പൂർണ്ണത കണ്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവ് നമ്മുടെ ജീവിതത്തോട് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ നോക്കുമ്പോ പുറമെ നോക്കുമ്പോ എല്ലാം നല്ലതാണ്, എല്ലാം ശരിയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ഹൃദയത്തിന്റെ ചിന്തകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ആ ചിന്തകളെ വിലയിരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ഒറ്റ വാക്യത്തിൽ പറയട്ടെ, ഏത് പ്രവൃത്തി ചെയ്താലും അതിന്റെ പിന്നിലെ ഉദ്ദേശത്തെയാ ദൈവം നോക്കുന്നത്. ആമേൻ. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആമേൻ. ഏത് പ്രവൃത്തി ചെയ്താലും ദൈവം നോക്കുന്ന അതിന്റെ പിന്നിലെ ഉദ്ദേശത്തെയാ. ആമേൻ. പ്രവർത്തിക്കാൻ വലുതായിട്ട് അറിയത്തില്ലേലും ഉദ്ദേശം നല്ലതാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് കഴിവില്ലെന്ന് നമ്മൾ പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനെ സാധിപ്പിക്കാൻ ദൈവം കൂടെ നിൽക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തും. നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പ്രൈസല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം നടക്കും എന്ന് ഉറപ്പുള്ളത് എത്ര പേർക്കുണ്ട്? സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാ, നിന്റെ പ്രവർത്തികളെ ദൈവസന്നിധി സമർപ്പിച്ചാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. പ്രൈസല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലായോ? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഒരു കാര്യം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തുടങ്ങിയാൽ ആമേൻ, അതിനകത്തൊരു പൂർത്തീകരണം കാണുവാൻ കഴിയും. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന എലയാസർ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസല്ലോ. കർത്താവേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇന്ന അടയാളപ്രകാരം ഒരു യുവതി കടന്നു വരണം. ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ എനിക്കും തരണം, ഒട്ടകത്തിനും കൂടെ തരണം. അടയാളമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചു പോയപ്പോൾ എത്തേണ്ട ഇടത്ത് ദൈവം അവനെ എത്തിച്ചു എന്ന് മാത്രമല്ല, എന്ത് ഉദ്ദേശത്തോടെ പോയോ അതേ ഉദ്ദേശത്തിന് മറുപടി കണ്ട് മടങ്ങി വന്നു. പ്രൈസല്ലോ. ഉദ്ദേശങ്ങൾ സാധിക്കുമോ? സ്തോത്രം. സാധിക്കും. അത് ദൈവഹിതപ്രകാരമുള്ളതാണെങ്കിൽ ദൈവസന്നിധിയിൽ ആ വിഷയം ഏൽപ്പിച്ചു കൊടുത്താൽ, പ്രവൃത്തി ഏൽപ്പിച്ചു കൊടുത്താൽ സാധിക്കുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്. പ്രൈസല്ലോ. ഞാൻ വെറുതെ പ്രസംഗിക്കുകയല്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ കാണിച്ചു തന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. ആമേ. പ്രൈസലോ. നമുക്ക് വലിയ കഴിവൊന്നും വേണമെന്നില്ല. പ്രൈസലോ. നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ ദൈവം കൂടെ ഇരിക്കും. പ്രൈസലോ. ഏത് കാര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴോ ആമേൻ, ആ കാര്യം ദൈവസന്നിധി വെച്ചിട്ട് ദൈവഹിതമാണെങ്കിൽ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ അത് ദൈവഹിതമാണെങ്കിൽ ആ ഉദ്ദേശത്തെ ദൈവം സാധിപ്പിച്ച് തരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദയമായിട്ട് വിളിച്ചു പറയുകയാ. പ്രൈസലോ. അതുകൊണ്ട് ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അത് എന്തായി തീരുമെന്നുള്ള ചിന്തയോ ഭാരമോ ഒന്നും പ്രൈസലോ പിന്നെ ആ ദൈവ പൈതലിനെ ബാധിക്കത്തില്ല. കാരണം എന്നാ? ആമേൻ, ഞാൻ ദൈവസന്നിധിയിൽ അത് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധി വെച്ചതിന്റെ പൂർത്തീകരണം ദൈവം തരും. പ്രൈസലോ. അത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയോ വിശദീകരിക്കുന്നില്ല. അടുത്ത വാക്ക്, യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. പ്രൈസലോ. യഹോവ സകലത്തെയും എന്ത് ചെയ്തിരിക്കുക? ആമേൻ, തന്റെ ഉദ്ദേശത്തിനായിട്ട് ആമേൻ ഉണ്ടാക്കിയിരിക്കുന്നു. പ്രൈസലോ. അനർത്ഥ ദിവസത്തില് ആരെ? ദുഷ്ടനെയും കൂടെ. പ്രൈസലോ. അപ്പൊ ദൈവം ദുഷ്ടനായിട്ട് ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? പ്രൈസലോ. ആമേൻ. അനർത്ഥ ദിവസം കാണാൻ കുറച്ചുപേരെ ദുഷ്ടരായിട്ടും കുറച്ചുപേരെ നീതിമാന്മാരായിട്ടും. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവം ദുഷ്ടന്മാരെ സൃഷ്ടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇനി ദുഷ്ടതയുണ്ടെങ്കിൽ അതെന്റെ തീരുമാനം മാത്രം. ഹല്ലേലൂയ. ആമേൻ. ഏത് വഴിക്ക് തിരിയണം എന്നുള്ളത് ആമേൻ ദൈവം എന്റെ മുമ്പിൽ വെച്ച വഴിയാ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദുഷ്ടന് ആമേൻ വരുന്ന ന്യായവിധിയെ കുറിച്ച് ഇവിടെ പറയുന്നത്. എന്നാൽ ആമേൻ ദൈവം ദുഷ്ടനെ സൃഷ്ടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും നീതിമാന്മാരെ മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വഴി വിട്ടുപോകുമ്പോ, ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞു പോകുമ്പോ, ആമേൻ ലോകത്തിന്റെ വഴികളിൽ പാപം ചെയ്യുമ്പോ, ആമേൻ പ്രൈസലോ, നീതിമാനെതിരെ അവൻ തിരിയുമ്പോ അവൻ ദുഷ്ടനായിട്ട് മുദ്രകുത്തുന്ന അനുഭവം അവന്റെ ജീവിതത്തിനകത്ത് കടന്നു വരികയാ. പ്രൈസലോ. ദൈവം സൃഷ്ടിച്ചത് ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ്. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ കഴിയും, എന്നെ കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. അത് പറയാനാ ഞാൻ ആ വാക്യം എടുത്തത്. പ്രൈസലോ. ആമേൻ. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മാനപാത്രമായി നമ്മൾ തീരണം. പ്രൈസലോ. ആ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മളെ മോൾഡ് ചെയ്യും. പ്രൈസലോ. അവന്റെ ഇഷ്ടപ്രകാരം മോൾഡ് ചെയ്താൽ ആമേ പ്രൈസലോ അവന്റെ പരീക്ഷണശാലകളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഏറ്റവും മനോഹരമായ തലത്തില് ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവരായി, ഹിതം നിർവഹിക്കുന്നവരായി നമ്മുടെ ജീവിതം പുറത്തു വരുവാൻ ഇടവരും. പ്രൈസലോ. ദൈവത്തിന് ഉദ്ദേശമില്ലാത്തത് ആയി സൃഷ്ടിക്കപ്പെട്ടതായിട്ടൊന്നുമില്ല. പ്രൈസലോ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവരെ കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ ഉദ്ദേശമാ, അവരൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവമക്കളെ, നിങ്ങളെ കുറിച്ച് എല്ലാവരെ കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആ ഉദ്ദേശം നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ ആത്മീയ വിടുതല് സംഭവിക്കുന്നത് എന്ന് വചനം പറയുക. കണ്ണുകൾ അടയ്ക്കുക. ആമേൻ. ദൈവത്തിന്റെ പൊന്മുഖത്തേക്ക് നോക്കാം. പ്രൈസലോ. നമ്മുടെ ഹൃദയത്തിനകത്ത് പല ചിന്തകളൊക്കെ
ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ഭാരപ്പെടുമ്പോൾ, വിചാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള അവസ്ഥയാണ്. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ മുകളിൽ അധികാരം ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് വിളിച്ചു പറയട്ടെ, ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് ഒരു ശോധന ആമേൻ വരുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് ആരോട് അനുവാദം ചോദിക്കുക? ദൈവത്തോട് അനുവാദം ചോദിക്കുക. ഹല്ലേലൂയ. അപ്പൊ വചനം പറയുന്നു, ഇയ്യോബിന്റെ മുകളിൽ അധികാരമുള്ളത് ആർക്കാ? പിശാചിനല്ല, ദൈവത്തിന്. ഹല്ലേലൂയ. അപ്പൊ നമ്മളോട് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ മുകളിൽ അധികാരമുള്ളത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ആമേ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമാണ് എന്റെ മുകളിൽ അധികാരം നടത്തുന്നത് എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മള് ആമേ പുറമേ ഉള്ളത് നോക്കിക്കൊണ്ട് എല്ലാം ശരിയാണെന്ന് ചിന്തിക്കുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ആമേൻ. നമ്മുടെ ഉദ്ദേശങ്ങളെ ദൈവം നോക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തെ നോക്കുന്നുണ്ട്. അവിടെ ഒരു ക്ലാരിറ്റി ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ, അവിടെ ഒരു ശുദ്ധീകരണം ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ ആമേൻ, ആ പ്രവർത്തികൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് പരമേൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ ആ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശമില്ലാതെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ഭൂമിയിൽ വെറുതെ ജനിച്ചതല്ല. ഹല്ലേലൂയ. ആമേൻ. ഒന്നിനും കൊള്ളരുതാത്ത ആമേൻ ഒരുവനെന്ന് എന്നെ കുറിച്ച് ഞാൻ പറയരുത്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അത് തിരിച്ചറിയുന്ന നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ നിമിഷം. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അതിനകത്ത് എത്തിച്ചേരുക ഇന്ന് പകൽക്കാലം ഇടവരുന്നതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്.